കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു. അമേരിക്കയില് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ബംഗ്ലാദേശിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. കാരണം അതിൽ പൂർണ്ണ അധികാരം മോദിക്കാണ് എന്നുള്ള രീതിയിൽ ബംഗ്ലാദേശ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. നമ്മൾ ആ വാർത്ത കൊടുത്തിരുന്നു. അതിന്റെ താഴെയുള്ള കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദിക്ക് അധികാരം കൊടുക്കാൻ ഇവൻ ആരാണ് എന്ന രീതിയിലാണ്. അത് മോദിക്ക് അധികാരം കൊടുക്കാൻ നീ ആരാടാ എന്നാണ് ഇവിടെ ട്രംപിനോട് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും ചോദിക്കുന്നത്. ഞങ്ങളുടെ അദ്ദേഹത്തിന് നീ ഒന്നും അധികാരം തരേണ്ട ഒരു ആവശ്യവുമില്ല. വേണ്ടി വന്നാൽ ആട് തോമയെ പോലെ മുണ്ട് മടക്കി കുത്തി അദ്ദേഹം മുന്നിട്ടിറങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ അവിടെ നിന്നോട്ടെ. അതൊക്കെ അവരുടെ എന്താണ് വിവരമില്ലായ്മ. അതൊന്നും നമുക്ക് കരുതി നമുക്ക് ക്ഷമിച്ചു വിടാം. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഇന്നൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന്. ബംഗ്ലാദേശിന്റെ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഈ അമേരിക്കയുടെ പവർ കോറിഡോറിൽ നേരത്തെ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിന്റെ ആ ഒരു ശക്തി ക്ഷയിച്ചു എന്ന് യൂനിസിന് പൂർണ്ണമായിട്ട് ബോധ്യം വന്നിട്ടുണ്ട്. പോരാത്തതിന് ഇപ്പൊ യൂനിസിന്റെ മകൾ മോണിക്ക യൂനിസ് ഒക്കെ ജോ ബൈഡന്റെ സമയത്ത് അമേരിക്കയിൽ കിടന്ന് കുന്തളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. യൂനിസിന് എത്രത്തോളം വായ്പ വേണമെങ്കിലും വാരിക്കോരി കൊടുത്തിരുന്ന ഹിലറി ക്ലിന്റൺ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപ് സകലതും മരവിപ്പിച്ചു, USAID മരവിപ്പിച്ചു, അന്വേഷണം പ്രഖ്യാപിച്ചു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. ഇപ്പോഴിതാ അവസാനം ഇന്ത്യയോട് പറഞ്ഞിരിക്കുകയാണ്, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഇടപെടാനൊന്നും വരുന്നില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപകടം വളർത്ത യൂനിസ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് അദാനിയോട്, ഞങ്ങളുടെ വൈദ്യുതി ഞങ്ങൾക്ക് തിരിച്ചു തരണം. നിങ്ങൾ ഞങ്ങളിൽ നിന്ന് വൈദ്യുതി കട്ട് ചെയ്തു. ഞങ്ങൾ പൈസ തരാനുണ്ട്, അത് സത്യമാണ്, അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും തന്നു തീർത്തുകൊള്ളാം. ഞങ്ങളുടെ വൈദ്യുതി ഞങ്ങൾക്ക് തിരിച്ചു വേണം. 1600 മെഗാവാട്ടാണ് ബംഗ്ലാദേശിന് അദാനി കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ട് വൈദ്യുതീകരിക്കാൻ ആ വൈദ്യുതി മതി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ യൂനിസ് ആദ്യം ധാർഷ്ട്യത്തിൽ പറഞ്ഞത്, ഈ കരാർ ഞങ്ങളൊന്ന് പുനഃപരിശോധിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ പൈസ തരണോ വേണ്ടയോ എന്ന് ആലോചിക്കാന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പൊ പറയുന്നത് യാചിക്കുകയാണ്. ദുർബലമായി മാറിയിരിക്കുന്നു. യാചിക്കുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈദ്യുതി തിരിച്ചു തരണം, പൈസ ഞങ്ങൾ തന്നോളാം. അപ്പോ ഒരു ഭയത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു യാചനയായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കുമോ? അതെ, ഇതവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കണം. എന്താ തോന്നുന്നു? ഗണേഷ് ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ എത്താം. ആദ്യം പറഞ്ഞത്, ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു വാർത്ത കൊടുത്തപ്പോ ട്രംപ് ആരാ മോദിക്ക് അധികാരം നൽകാൻ ഒരു വാർത്ത ഉണ്ട്. അത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. കാരണം അത് എനിക്ക് തോന്നുന്നത് ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അറിയാത്തതിന്റെ ഭാഗമായിരിക്കാം അത്തരത്തിലുള്ള കമന്റുകളൊക്കെ. എന്തുകൊണ്ടാണ് അമേരിക്ക ബംഗ്ലാദേശിലേക്ക് ഫണ്ടിറക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തിരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്ക പോലൊരു രാജ്യത്തിന് തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല വെറുതെ ഇരിക്കുന്ന ഒരു രാജ്യത്തിനെ ഇളക്കി അവിടെ ഭരണം പിടിക്കാൻ. അവർക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന്റെ വാർത്തകളാണ് ഈ അടുത്ത കാലങ്ങളിലെല്ലാം പുറത്തു വന്നിരുന്നത്. കാരണം ബംഗ്ലാദേശിൽ വലിയൊരു എണ്ണശേഖരം കണ്ടെത്തിയിട്ടുണ്ട്. ആ എണ്ണശേഖരം കണ്ണുവെച്ചുകൊണ്ടാണ് അമേരിക്ക ഈ ബംഗ്ലാദേശിലെ ഭരണം അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിരുന്നത്. കാരണം ഷേഖ് ഹസീന ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. അപ്പോൾ അതിനെ അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഈ എണ്ണ ശേഖരത്തിന്റെ ആ ഒരു കാര്യങ്ങളിലേക്ക് ഇന്ത്യ ഇടപെടാനുള്ള സാധ്യതകളുണ്ട്. അത് ഇല്ലായ്മ ചെയ്യുകയും ആ എണ്ണ ശേഖരത്തിന്റെ ഒരു പ്രധാന പങ്ക്, അല്ലെങ്കിൽ ആ എണ്ണ ശേഖരം മുഴുവൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ഇക്കാലം അത്രയും ബംഗ്ലാദേശിൽ ഈ പണി മുഴുവൻ നടത്തുകയും ഷേഖ് ഹസീന സർക്കാരിനെ മറിച്ചിടുകയും യൂണിസിനെ കൊണ്ട് ഭരണം പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പിന്നിലുള്ള കാര്യം. അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു രസത്തിനല്ല അവർ ഇത്രയും കോടി രൂപയെ മുടക്കി അവരുടെ ചാരസംഘടനയും മറ്റുള്ളതിനെയൊക്കെ വിറ്റിട്ട് അവരെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു കലാപം നടത്തി ഒരു സർക്കാരിനെ തന്നെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത് ഒരു തലവേദനയായിരുന്നു. കാരണം ഇവർ ഈ അമേരിക്ക അവിടെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇന്ത്യയെ പോലെ ഒരു രാജ്യം അത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയുമായിട്ടൊക്കെ നമ്മൾ നല്ല സ്നേഹത്തിലാണെങ്കിലും അമേരിക്ക നമ്മുടെ അയൽവക്കത്ത് തപ്പടിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീടും ഉണ്ടാകും. കാരണം അമേരിക്കയ്ക്ക് ഒരു വലിയ മേൽക്കൈ ഈ മേഖലയിൽ ഉണ്ടാകുന്നതിനും അത് ഇടയാക്കി വെച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഈ ഗൾഫ് കൺട്രീസിലൊക്കെ അമേരിക്ക ഇതേപോലെ തന്നെ ഉള്ള നീക്കം നടത്തിയാണ് ആ എണ്ണയുടെ വലിയൊരു വിഭാഗം അവർ വാങ്ങിക്കൊണ്ടുപോയി മറ്റു രാജ്യങ്ങൾക്ക് വിറ്റുകൊണ്ടിരുന്നത്. അതിന് സമാനമായ നീക്കമെന്ന് മാത്രമല്ല അവരുടെ സൈനിക താവളങ്ങൾ അടക്കം ബംഗ്ലാദേശിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ജോ ബൈഡന്റെ കാലത്ത് ഇന്ത്യയും അമേരിക്ക തമ്മിലുള്ള ബന്ധം വഷളാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ ട്രംപ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരവും നൽകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി ആ പരിപാടിക്കില്ല, അവിടെ നിങ്ങൾക്ക് എന്ത് ഇടപെടൽ വേണം നടത്താം എന്നുള്ളതാണ് ആ ഒരു പ്രയോഗത്തിൽ, ഇല്ലെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ടാകും. അതായത് ഞങ്ങൾ അവിടുന്ന് എണ്ണ കുഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ബംഗ്ലാദേശിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവിടെ സർക്കാരിനെ മറിച്ചിട്ടത് അതിനു വേണ്ടിയിട്ടായിരുന്നു, ഫണ്ട് നൽകി അതിനു വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും ഇനി ഞങ്ങൾ ആ പണിക്കില്ല
നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ട്രംപ് മോദിക്ക് അങ്ങനെ പവർ കൊടുക്കുന്നു, അധികാരം കൊടുക്കുന്നതായിട്ടല്ല. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ അദാനിയുമായിട്ട് ഈ ഷേഖ് ഹസീനയാണ് 8 വർഷത്തേക്ക് ഒരു കരാർ വെച്ചത്. അദാനി പവർ ഗ്രിഡ്, ഛത്തീസ്ഗഡിൽ നിന്നാണ് ഈ വൈദ്യുതി ലഭിക്കുന്നത്. അപ്പൊ അന്ന് ആ കരാർ വെച്ചപ്പോൾ തന്നെ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇതിന് വലിയൊരു അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. വലിയ അഴിമതി ഉം. ഇതിലുണ്ട്, ഷേഖ് ഹസീനയും അദാനിയും നമ്മൾ ഒപ്പുവെച്ച് കരാറിലുണ്ട് എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. അപ്പോ ആദ്യം തന്നെ ഈ കരാർ, അതായത് ഷേഖ് ഹസീനയോടുള്ള ആ ഒരു പകയുടെ ഭാഗമായിട്ടായിരുന്നു ഈ കരാർ ഞങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് യുഎൻ സർക്കാർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം. ഉം. ഉം. അപ്പോഴാണ് ഇതിന്റെ വലിയ ഒരു തുക അദാനിക്ക് അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പകുതിയെങ്കിലും അടച്ചാൽ കണ്ണ് കട്ടിയില്ല എന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി. പക്ഷെ അതും സംഭവിച്ചില്ല. ഒടുവിൽ അദാനി ഗ്രൂപ്പ് പവർ കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം ഒരാഴ്ചക്ക് ശേഷം ഈ പവർ പോകുന്നത് അവിടുത്തെ ഈ ബംഗ്ലാദേശിലെ വീട്ടാവശ്യങ്ങൾക്കൊന്നും അല്ല ഈ പോകുന്നത്. അവിടുത്തെ ചെറുകിട ഇൻഡസ്ട്രിയൽ ഏരിയകൾക്ക് വേണ്ടിയിട്ട് പോകുന്ന പവറാണ്. നമുക്കറിയാം, ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പവർ ഇല്ലാന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകില്ല. ഒരു രാജ്യത്തിന് നട്ടല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻഡസ്ട്രിയിൽ തന്നെയാണ്, വ്യവസായം തന്നെയാണ്. വ്യവസായ മേഖലയിലേക്ക് പോകുന്ന വൈദ്യുതിയാണ് ഈ അദാനി നൽകുന്നത്. അപ്പൊ അതിനുശേഷം പിന്നീട് ഇവര് ഒരു ചെക്ക് നൽകുകയുണ്ടായി, ഒരു എഗ്രിമെന്റ് നൽകുകയുണ്ടായി, ഒരു ഗ്യാരണ്ടി. ഞങ്ങൾ ഇത്ര ദിവസങ്ങളിൽ പണം നൽകിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി നൽകിയ പിന്നാലെ അദാനി ഇതിൽ കുറെ വൈദ്യുതി ഒഴിവാക്കി കൊടുത്തു. ഒഴിവാക്കാന്ന് പൈസ ഒഴിവാക്കി കൊടുക്കുകയല്ല ചെയ്തത്, ഈ കട്ട് ചെയ്തതിൽ നിന്ന് കുറെ ഇളവുകൾ കൊടുത്തു. എങ്കിലും കുറച്ച് കട്ട് ചെയ്തിരുന്നു, ബാക്കി ഇളവുകൾ കൊടുത്തു. പക്ഷെ അതുകൊണ്ടും ബംഗ്ലാദേശിന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയോട് പറഞ്ഞത്, നിങ്ങൾക്ക് സമ്പൂർണ്ണ അധികാരം ഞങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞത് ഈ ഒരു അർത്ഥത്തിൽ കൂടിയാണ്. അങ്ങനെ ഒരു പ്രസ്താവന ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ സ്വാഭാവികമായും ബംഗ്ലാദേശിന് കാര്യങ്ങൾ കുറെ വ്യക്തമായി. അത് തന്നെയല്ല, USAIDന്റെ ഫണ്ടിങ് നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ബംഗ്ലാദേശിന് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഇനി അമേരിക്ക പഴയതുപോലെ ഇവിടെ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരവിടുന്ന് എണ്ണ ഖനനം ചെയ്തെടുക്കാനോ മറ്റെന്തെങ്കിലോ സ്ഥാപിത താല്പര്യങ്ങൾ അമേരിക്കയ്ക്ക് ഇല്ല എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് US സർക്കാരും നന്നായി അറിയാം. അപ്പോൾ പിന്നെ സ്വാഭാവികമായി ഇപ്പോഴുള്ള പ്രതിസന്ധി മറികടക്കുക എന്നുള്ളതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ ഇന്ത്യയുമായിട്ട് സ്നേഹത്തിൽ പോവുക എന്നുള്ളത്. കാരണം ഇന്ത്യ മാത്രമാണ് ഈ റീസണബിൾ ആയിട്ട് ബംഗ്ലാദേശിനെ സഹായിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഈവൻ അരി പോലും ചൈനയിൽ നിന്നും അവർക്ക് അരി ലഭിക്കില്ല. അത് വേറൊരു കാര്യം. കാരണം ചൈനയിൽ അത്ര വലിയ ഉത്പാദനമൊന്നും ഇല്ല ഈ അരി. അതന്നെ ഇവർ കഴിക്കുന്ന അരിയുമല്ല ഉള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അതിൽ നിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും തമ്മിൽ ഈ അതിർത്തിയിൽ വേലി കെട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച വീണ്ടും പുനരാരംഭിക്കാൻ ഒരു തീരുമാനമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറെ കാലമായി അതൊരു തർക്കത്തിൽ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ അതിർത്തിയിൽ വേലി കെട്ടൽ. ഇതിന്റെ വളരെ രസകരമായ കാര്യം ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഇന്ത്യ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതാണ്, നമുക്ക് രണ്ടുപേരും കൂടെ സംയുക്തമായിട്ട് ഈ വേലി കെട്ടാണ്. കാരണം ബംഗ്ലാദേശിന്റെ വേലി കെട്ടാനുള്ള പൈസയും കാര്യങ്ങളൊന്നുമില്ല. കാരണം വളരെ ചെലവ് കൂടിയതാണ് അതിർത്തിയിലെ വേലി നിർമ്മാണം. വെറുതെ ഒരു കമ്പി വലിച്ചു കെട്ടുന്നതോ നമ്മുടെ നാട്ടിൽ കാണുന്ന വേലി കെട്ടലോ അല്ല. കാരണം വനമേഖലയും പർവ്വതങ്ങളിലൂടെ കടന്നു പോകുന്ന വേലി കെട്ടുക വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അന്നത് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പണമില്ല. ഷെയ്ഖ് ഹസീനയാണ് ഇന്ത്യ തന്നെ അത് കെട്ടിക്കോളാനായിട്ട് പറഞ്ഞത്. കാരണം അവരുടെ കയ്യിൽ അത് മുടക്കാൻ പണമില്ല. അങ്ങനെയാണ് നമ്മൾ അതിന്റെ വേലി നിർമ്മാണം ആരംഭിച്ചത്. ആ വേലിയുടെ നിർമ്മാണം നമുക്ക് പൂർണ്ണമാക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. കാരണം 4046 കിലോമീറ്റർ നീളത്തിൽ വേലി കെട്ടുക അസാധ്യമായ ഒരു കാര്യവുമാണ്. അപ്പോ അതിന്റെ ഒരു തർക്കങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, അതായത് ഈ വേലികെട്ടലുമായി ബന്ധപ്പെട്ട അതിർത്തി തർക്കങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നതെങ്കിൽ തന്നെ ഇരു വിഭാഗത്തുമുള്ള സേനയുടെ തലവന്മാർ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതും തന്നെ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അദാനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടാതെ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും അരിയുടെ അളവ് കൂട്ടണം, ഇന്ത്യയിൽ നിന്ന് തരുന്ന അരിയുടെ അളവ് കൂട്ടണമെന്നും കൂടി ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ അമേരിക്ക കൂടി കൈവിട്ട് കഴിഞ്ഞപ്പോൾ ഇനി അവരെ സഹായിക്കാൻ ഇന്ത്യ മാത്രമാണുള്ളത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് പണം ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യം നൽകിയേക്കും. പക്ഷെ അവരുടെ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ട്, വൈദ്യുതിയുണ്ട്, മെഡിസിൻസ് ഉണ്ട്, ഭക്ഷണ കാര്യങ്ങളുണ്ട്. ഇത് അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ലാഭകരമായി എത്തിക്കാൻ പറ്റുന്ന രാജ്യം ഇന്ത്യയാണ്, ഇന്ത്യൻ കമ്പനികളാണ്. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ചിലപ്പോൾ ഒരുപക്ഷെ സോറോസ് ഫണ്ട് കൊടുത്തു എന്നിരിക്കാം. ഈ ഫണ്ട് കൊണ്ടുകൊണ്ട് ഇവർ സാധനം എവിടെ നിന്ന് വാങ്ങും? ഈ കുറഞ്ഞ പൈസയ്ക്ക് അവർക്ക് ഈ സാധനം വാങ്ങി അവിടെ ഇത് ചെയ്യാൻ കഴിയില്ല അവർക്ക്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം. നമുക്കറിയാം, പാകിസ്ഥാനിൽ നിന്ന് അവർ കൊണ്ട് ഉരുളൻകിഴങ്ങ് ഇറക്കി കൊടുത്തതിന്റെ കഥ നമ്മൾ തന്നെ അവിടെ വാർത്തയാക്കിയിട്ടുള്ളതാണ്. അവിടുത്തെ ഏറ്റവും വൃത്തികെട്ട ഉരുളൻകിഴങ്ങ് ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നതിന് ഡബിൾ പൈസയ്ക്കാണ് അവര് ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇറക്കുമതി ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യയുമായിട്ട് സമരസപ്പെട്ടു പോകാനുള്ള നീക്കത്തിലാണ് ബംഗ്ലാദേശ്. കാരണം ട്രംപ് കൂടി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം വ്യക്തമാണ്, ഡൊണാൾഡ് ട്രംപ്
പൂർണ്ണമായി തന്നെ ബംഗ്ലാദേശിന് കൈവിട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം, ട്രംപ് എന്ന് പറഞ്ഞുകൂടാ, അമേരിക്കൻ ഭരണകൂടം പൂർണ്ണമായി തന്നെ ബംഗ്ലാദേശിന് കൈവിട്ടിരിക്കുന്നു. അതായത് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ അവർ വിടുന്നു, ഉപേക്ഷിക്കുന്നു. കാരണം അവിടെ നിന്ന് എണ്ണ ഖനനം ചെയ്തെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അവർ ഇപ്പോൾ വിടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പൂർണ്ണമായി അവർ വിടുമോ ഇല്ലയോ എന്നറിയില്ല. തൽക്കാലത്തേക്കെങ്കിലും അതിനൊരു വിരാമമായിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് പൂർണ്ണ അധികാരമെന്നത്. അതല്ലാതെ ഡൊണാൾഡ് ട്രംപ് ലോകത്തിന്റെ മുഴുവൻ ദൈവമോ നാഥനോ ഒന്നുമല്ല ഒരു അധികാരം നരേന്ദ്രമോദിക്ക് കൊടുക്കാൻ. അത് അനുസരിക്കേണ്ട ബാധ്യതയും നമ്മുടെ പ്രധാനമന്ത്രിക്കില്ല. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഈ രീതിയിലാണ്. അതായത് എന്തിനാണോ ബംഗ്ലാദേശിൽ അമേരിക്ക ഇക്കാലം അത്രയും ഇടപെട്ടിരുന്നത്, ആ ഇടപെടലുകൾ ഇനി ഞങ്ങളില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപ് ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങള് ഈ കൂടുതൽ പണം മുടക്കി ലാഭം ഉണ്ടാക്കാനല്ല അദ്ദേഹം ശ്രമിക്കുന്നത്, ഉള്ളതിൽ നിന്ന് കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ താരിഫുകളും മറ്റുമൊക്കെ എന്താണ് അതിന്റെ ചുമത്തുന്നതും മറ്റുമൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. ഇതിനു മുൻപ് ഒന്നാം ട്രംപിന്റെ സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്, വലിയ പ്രൊജക്ടുകൾ പിന്നാലെ അദ്ദേഹം പോകാറുണ്ട്. പകരം ഉള്ളതിൽ നിന്ന് മാക്സിമം ഊറ്റിയെടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് നമുക്ക് വളരെ വിചിത്രം എന്ന് തോന്നുന്ന പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നടക്കം സേനയെ അദ്ദേഹം പിൻവലിച്ചു. സിറിയയിൽ നിന്നടക്കം വ്യോമത്താവളത്തിലുള്ള സേനയെ പിൻവലിച്ചു, പാകിസ്ഥാനിലൊക്കെ പിൻവലിച്ചു. അപ്പൊ അതിന്റെ ഒരു എക്സ്പെൻസ് കുറയ്ക്കുന്നതിലേക്കായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ. വലിയ പ്രൊജക്ടുകൾക്കൊന്നും അന്ന് ട്രംപിന്റെ ഒന്നാം ഭരണകാലത്തൊന്നും അദ്ദേഹം വലിയ പണം മുടക്കില്ല. കാരണം വലിയ പണം മുടക്കിക്കൊണ്ട് മുൻപോട്ട് പോയാൽ അതിൽ നിന്ന് ലാഭം കൊയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അമേരിക്ക വലിയ വലിയ പ്രൊജക്ടുകൾ ഏറ്റെടുക്കുകയും അത് മുഴുവൻ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല, ലോകത്തിന്റെ ഒരു ക്രമം അങ്ങനെയല്ല. ഇപ്പോൾ ഇന്ത്യ തന്നെ ചെയ്യുന്നത്, ഇന്ത്യ ഓരോ ഇടങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. ഇപ്പൊ തുറമുഖമാണെങ്കിൽ അതിന് നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തുകൊണ്ട്, ഇല്ലെങ്കിൽ ഇവ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യമായാൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ശ്രദ്ധേയപരമായ കാര്യം, ഇന്ത്യയുമായിട്ട് അമേരിക്കയ്ക്ക് പിണങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇന്ത്യ നമ്മൾ പറയുന്നത് പോലെ തന്നെ വലിയ ഒരു വിപണിയാണ്. ഒപ്പം തന്നെ നമുക്കും വലിയ നമ്മുടെ കയറ്റുമതിയും കുറെ അധികം അമേരിക്കയിലേക്ക് നടക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, നമുക്കും അവരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനം മറ്റുമൊക്കെ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചിനും മറ്റുമൊക്കെ അമേരിക്കൻ കമ്പനികളാണ് നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും അവരെ തള്ളിക്കളയാൻ കഴിയില്ല, അവർക്കും നമ്മളെ തള്ളിക്കളയാൻ കഴിയില്ല. അത് മാത്രവുമല്ല, ഇന്ത്യയുടെ ഇപ്പോൾ ഈ ചർച്ചകൾ എത്തി നിൽക്കുന്നത് നമ്മളുടെ ഈ എണ്ണയിലാണ്. നമ്മൾ ഏതാണ്ട് 11 ദശലക്ഷം കോടി രൂപയുടെ എണ്ണ വാങ്ങുന്നവരാണ് ഒരു ഒരു വർഷം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ ആ ഒരു ആ ഒരു വലിയ തുകയിലുള്ള എണ്ണയുടെ ഇതിൽ അമേരിക്കയ്ക്ക് അത് കിട്ടണം എന്നുള്ളതാണ് അമേരിക്ക ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. പക്ഷെ അത്രയും ഒരു തുകയ്ക്കുള്ള എണ്ണ അമേരിക്കയ്ക്ക് മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ അനുവദിക്കുക എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം നരേന്ദ്രമോദി ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിന് ഗുണപ്പെടുന്നത് മാത്രമേ ഞങ്ങൾ ചെയ്യൂ. ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് എവിടെ നിന്നാണോ പൈസ കുറച്ച് എണ്ണ കിട്ടുന്നത് അത് ഞങ്ങൾ വാങ്ങുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയത്. അമേരിക്കയുമായി ഇങ്ങനെ ഒരു കരാർ നമ്മൾ ഒപ്പിട്ടു. ആ കരാർ ഒപ്പിട്ടതിന് തൊട്ട് പിന്നാലെ തന്നെ റഷ്യ പറയുന്നു, ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന എണ്ണയ്ക്ക് വീണ്ടും പൈസ കുറയ്ക്കാൻ തയ്യാറാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഇന്ത്യ അവരുടെ പക്കൽ നിന്നും കൂടുതൽ എണ്ണ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഈ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് നൽകാൻ കഴിയും. ഇന്ന് ലോകത്തെ തന്നെ വലിയ ഈ റിഫൈനറീസ്, അതായത് പ്യൂരിഫൈ ചെയ്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ റിഫൈനറീസ് ഉള്ള ഒരു രാജ്യം ഇന്ത്യയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ തുറന്നു കിടക്കും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോവുക എന്നൊരു നയത്തിലേക്ക് ട്രംപും മോദിയും എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം വ്യാപാരം പുഷ്ടിപ്പെടുന്നു, പൈസ വേണം കയ്യിൽ, അല്ലാതെ വെറുതെ 1000 രൂപയും വിരട്ടില് മാത്രമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല. പണം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥ ശക്തമായെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് മുൻപോട്ട് പോകാൻ കഴിയൂ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു പ്രസ്താവന ഇന്ത്യക്ക് നൽകുന്ന ഊർജം ചെറുതല്ല, ഒന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം നമ്മുടെ അതിർത്തികൾ തന്നെയാണ്. പാകിസ്ഥാൻ ആയാലും ചൈന ആയാലും ബംഗ്ലാദേശ് ആയാലും ഒക്കെ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്കത് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു നമ്മുടെ വീടിന്റെ തന്നെ ചുറ്റോട് ചുറ്റും ശത്രുക്കളാണ് എങ്കിൽ നമ്മുടെ വീട്ടില് വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ നടക്കുക പ്രയാസകരമാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ചൈനയുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ച് മുൻപോട്ട് പോകും. ഒപ്പം തന്നെ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും തലവേദനകൾ അവർ സൃഷ്ടിക്കുന്ന പൊല്ലാപ്പുകൾ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അത് നമ്മളെ ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത്. കാരണം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡിഫൻസിന്റെ എക്സ്പെൻസ് നമുക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ തന്നെ ഒരു സ്ഥലത്ത് ഒരു ഉത്സവ പറമ്പിൽ തന്നെ നമ്മുടെ സ്റ്റേറ്റിന്റെ സെക്യൂരിറ്റി, അതായത് നമ്മുടെ പോലീസിനെ അവിടെ വിന്യസിക്കുമ്പോൾ തന്നെ നമ്മുടെ സർക്കാരിന് ഉണ്ടാകുന്ന സാമ്പത്തികമായ ചെലവുകൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് അവരുടെ ഡ്യൂട്ടി അല്ലേ എന്ന് കരുതും.
പക്ഷെ അവിടത്തേക്ക് വണ്ടിയും അവരുടെ സന്നാഹങ്ങളും 10-50 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ അങ്ങോട്ട് വിടുമ്പോൾ ഉണ്ടാകുന്ന ഇത് അതിന് പോലെ തന്നെ അതിന്റെ ഒരു 1000 ഇരട്ടി തന്നെയാണ് അതിർത്തിയിലേക്ക് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും നടത്തുന്നത് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു സമാധാനപരമായ ഒരു അതിർത്തിയും കാര്യങ്ങളുമാണെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ഗുണപ്രദമായിരിക്കും. അതുകൊണ്ടാണ് മോദി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, ഇത് യുദ്ധത്തിന്റെ യുഗമല്ല, ഇവിടെ സൗഹൃദത്തിന്റെ യുഗമാണെന്ന് അദ്ദേഹം പറയാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം രാജ്യങ്ങൾ ഡെവലപ്പ് ആകണമെങ്കിൽ ഐക്യത്തോട് കൂടി പോകണം. ഇപ്പോൾ ബംഗ്ലാദേശ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഇപ്പോൾ ഇത് മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ യുഎൻഎസിന്റെ ഭാഗത്തുനിന്നും ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്നും വലിയ കടുംപിടുത്തങ്ങളൊന്നും തന്നെ കേൾക്കാനില്ല. വലിയ രീതിയിലുള്ള ഇന്ത്യക്കെതിരെ ആക്രോശങ്ങൾ കേൾക്കാറില്ല. പകരം ഇതിൽ നിന്നൊക്കെയുള്ള ചില ഡയലോഗ്സിന് അവർ തയ്യാറായി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലൊന്ന് ഈ സൈനികർ തമ്മിലുള്ള ഈ അതിർത്തി സുരക്ഷാ സേനകൾ തമ്മിലുള്ള ഒരു ചർച്ച, രണ്ടാമത്തെ ഈ വൈദ്യുതി നൽകണമെന്നുള്ള അവരുടെ അപേക്ഷ, അതിന് തൊട്ട് മുമ്പ് അത് കുറച്ച് ദിവസം മുമ്പായിരുന്നു അരിയുടെ അളവ് കൂട്ടണമെന്നുള്ള അപേക്ഷ. മറ്റൊരെണ്ണം കൂടി അവരുടെ മുമ്പിൽ ഇപ്പൊ ഇന്ത്യയുടെ മുമ്പിലേക്ക് അവർ വെച്ചിട്ടുള്ളത്, അതൊന്ന് അവിടെ നിന്നുള്ള രോഗികളെ നമ്മളാണ് ട്രീറ്റ്മെന്റ് ഇവിടെയായിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്തത്, അപ്പൊ അവർക്കുള്ള വിസ ഉദാരമാക്കണമെന്ന് ഇപ്പൊ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സും മരുന്നുകളും മറ്റും ഞങ്ങൾക്ക് തരണം. കാരണം അവിടെയും പ്രശ്നമുണ്ട്, ബംഗ്ലാദേശ് ഒരുപാട് പണം ഈ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് നൽകാനുണ്ട്, അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ വീണ്ടും, അതായത് എനിക്ക് തോന്നുന്നത് ഒരു സമരസപ്പെട്ട് മുൻപോട്ട് പോകാനായിരിക്കണം ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം അവരെ സംബന്ധിച്ച് എല്ലാ വഴികളും അടഞ്ഞു. അവർക്ക് ആകെ ഉണ്ടായിരുന്ന അമേരിക്കയായിരുന്നു ഏറ്റവും വലിയ പ്രതീക്ഷ. അമേരിക്ക അങ്ങനെ ഒരു വലിയ മുതൽപടത്തം നടത്തിയിട്ട് അവിടെ നിൽക്കാൻ ഈ ഉള്ള അവസരത്തിൽ ട്രംപ് ആഗ്രഹിക്കുന്നില്ല. പകരം ട്രംപ് ആഗ്രഹിക്കുന്നത് ഇന്ത്യയുമായി എത്രയും പെട്ടെന്ന് ഒരു സ്നേഹത്തിപ്പായ ഏരിയയിൽ കൂടുതൽ കച്ചവടം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ടാണ് അത്തരത്തിൽ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രസ്താവനയുടെ പ്രാധാന്യം. ഈ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പ്രസ്താവന നടത്തി ആ, ബംഗ്ലാദേശിനെ പ്രതിരോധത്തിലാക്കിയ ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ രക്ഷകരായി ചൈന എത്തും എന്ന് പല കോൺസ്പിറസി തിയറീസും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ചൈനയ്ക്ക് ബംഗ്ലാദേശിൽ ഒരു കണ്ണുണ്ട്, ചൈനയ്ക്ക് സെയിന്റ് മാർട്ടിൻ ദ്വീപിൽ ഒരു കണ്ണുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ബംഗ്ലാദേശിനെ താങ്ങാനായിട്ട് ചൈനയ്ക്ക് ഇപ്പോ കെൽപ്പുണ്ടോ? ചൈന എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ ഒരു കൈവയ്ക്കാത്തത്? യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ ബിജുട്ടാ, നമ്മൾ ചൈന പാകിസ്ഥാനിൽ ഈ ഗ്വാദ്വാർ തുറമുഖം അടക്കമുള്ള ബലൂചിസ്ഥാൻ മേഖലയിൽ ധാരാളം പണികൾ നടത്തുന്നു. ചൈനയ്ക്ക് ഇന്ത്യയെ കൗണ്ടർ ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ചൈനയ്ക്ക് എന്താണ് ഒന്ന് കൈവയ്ക്കുന്നതല്ലേ? എന്താണ് ചൈന ബംഗ്ലാദേശിൽ മടിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം? ഈ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഇത് ഹഡ്സിന്റെ കാര്യം വെച്ചതിൽ അമേരിക്കൻ ചൈന തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ലോകത്തെ ഉം. സമ്പന്ന രാജ്യം അമേരിക്ക തന്നെയാണ്. അതിന്റെ ഒരു പകുതി പോലും ചൈനയെ സാമ്പത്തികമായിട്ടില്ല. പിന്നെ അവരുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ വട്ടിപ്പലിശക്കാരന്റെ പരിപാടിയാ. ആരെങ്കിലും കഷ്ടപ്പെട്ട് ദുരിതത്തിൽ കിടക്കുമ്പോൾ അവന്റെ പോക്കറ്റിൽ കൊണ്ട് 10-500 തിരികെ വെച്ചിട്ട് നാളെ മുതൽ അവരെ ചൂഷണം ചെയ്യാൻ നടക്കുന്ന രീതി തന്നെയാണ് ചൈന എല്ലാ കാലത്തും. അമേരിക്കയെ പോലെ വലിയ ഫണ്ടർ അല്ല. കാരണം ഉം. അമേരിക്കയ്ക്ക് ഇപ്പൊ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും മറ്റുമൊക്കെ പിൻവലിയാനുള്ള തീരുമാനത്തിൽ ആ സംഘടന തന്നെ ഇല്ലാതാകും. കാരണം ഏറ്റവും ഉം. കൂടുതൽ ഉം. ഫണ്ടർ അവരാണ്. അവരുടെ രാജ്യം ഒരുപാട് പേർക്ക് ഫണ്ട്, അത്രയൊന്നും ഫണ്ട് ചൈനയ്ക്കില്ല. ചൈനയ്ക്ക് കച്ചവട ലക്ഷ്യം ശരിയാ. മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ബംഗ്ലാദേശിലേക്ക് അവർ കൈവെക്കാത്തതിന് അനവധി കാരണങ്ങളുണ്ട്. ഒന്ന്, ചൈനയുടെ ലക്ഷ്യം മുഴുവൻ ബംഗ്ലാദേശ് അല്ല. അവരിപ്പോൾ ഒരു പുതിയ റൂട്ടിന് ആസിയാൻ രാജ്യങ്ങളിൽ കൂടെ ഒന്ന് റൂട്ട് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉം. ഉം. തായ്വാന്, മലേഷ്യ, സിംഗപ്പൂർ അങ്ങനെ കിടക്കുന്ന അവരുടെ സ്വപ്നങ്ങൾ. ഉം. അതിന് അവർക്ക് ജിയോഗ്രഫിക്കലായിട്ട് കുറെ കാര്യങ്ങളുമുണ്ട്. കാരണം ജിയോ പൊളിറ്റിക്സിൽ പരമായിട്ട് ഇതെല്ലാം മംഗോളിയന്മാരാണ്. ഇപ്പൊ ഇവരെ എല്ലാവരും കുടക്കീഴിൽ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കൊണ്ടുവന്നില്ലെങ്കിൽ പോലും അതുവഴിയൊക്കെ ഒരു പാത റൂട്ട് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അവർക്ക് മറ്റു പലരെ ഈ ബംഗ്ലാദേശിൽ കിടന്ന് പണിതിട്ട് അവർക്ക് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നും തന്നെ ഇല്ല. അവരത് അനുഭവിച്ചിട്ടുള്ളതാണ്. ശ്രീലങ്കയിൽ പോയി അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുടക്കിയ പൈസ പോലും തിരിച്ചു കിട്ടിയില്ല. പാകിസ്ഥാനിൽ പോയിട്ടുള്ള അവസ്ഥ അറിയാമല്ലോ. ഇതൊക്കെയാണ് അവർക്ക്. നേപ്പാളിൽ പോയിട്ട് ഒരു ഗതിയും പറയാനില്ലാതെ ഇപ്പോ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ബംഗ്ലാദേശിലേക്ക് അവർ മുതലിറക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നു. പിന്നെ അവർക്ക് ഇതെല്ലാം താല്പര്യമുള്ള കാര്യമാണ്. അതൊക്കെ സ്മൂത്ത് ആയിട്ട് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ വരാമെന്നേ ഉള്ളൂ. കാരണം അവരിപ്പോ വലിയ വലിയ കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ സാമ്പത്തിക രംഗം ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ട് അവർ പല ഉം. രാജ്യങ്ങളുടെ ഡീല് നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ താരിഫിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് അവരുടെ കച്ചവടം കുറച്ചുകൂടെ കൂട്ടേണ്ടതായിട്ടുണ്ട്. അതിലവർ ശ്രദ്ധ പതിപ്പിക്കുന്നു. അതിനിടയിലാണ് തായ്വാനിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഏറ്റുമുട്ടലിന്റെ ഒരു ഭാഗത്തേക്ക് നിൽക്കുന്നത്. ഇതിനിടയിൽ ഉം. അവർ ഇന്ത്യക്ക് ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. അവരൊരു റഷ്യയിൽ നിന്ന് അവരൊരു പ്രകൃതിവാതക ഇതുണ്ട്, അവരുടെ ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. അതിൽ നിന്ന് ഇന്ത്യക്ക് തരാം. പക്ഷെ ഇന്ത്യ അതിൽ ഇതുവരെ മുട്ടിയിട്ടില്ല. കാരണം ഇന്ത്യ ആഗ്രഹിക്കുന്നത് റഷ്യയിൽ നിന്ന് നമുക്ക് എങ്ങനെ നേരിട്ടൊരു പൈപ്പ് ലൈൻ ഇങ്ങോട്ട് വലിക്കാമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ കൈപ്പറയണതായൊക്കെ വരും. അങ്ങനെ ഇതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ ചൈന ഒരിക്കലും ഇതിനകത്ത് ഉടൻ കൈവെക്കാൻ ഒരു യാതൊരു താല്പര്യവും ഇൻട്രസ്റ്റും അവർക്കില്ല. അത് മാത്രമല്ല, ഈ അവർ കൈവച്ചിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നെല്ലാം അവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്.
അപ്പൊ ഉം. വളരെ സ്മൂത്ത് ആയിട്ട് പോകില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു രാജ്യത്തേക്ക് കടന്നു കയറുമ്പോൾ അത് ഫണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഫണ്ട് ചെയ്യുന്നത് ആരാണ്? വലിയ വലിയ ബിൽഡർമാരും കോൺട്രാക്ടേഴ്സും തന്നെയാണ് ഈ രാജ്യത്തിന് ഫണ്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അവർക്ക് ചില താല്പര്യങ്ങളുണ്ടാകും. അവരുടെ താല്പര്യങ്ങളൊന്നും നിലവിലത്തെ സാഹചര്യം ബംഗ്ലാദേശിൽ നടക്കില്ല. അതുകൊണ്ട് തട്ടിമുട്ടി ബംഗ്ലാദേശിൽ പോകും, നിലവിലുള്ളത് കണക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അതാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത്. താങ്ക് യു ബിജുട്ടാ. താങ്ക് യു സോ മച്ച്.